ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നൊരു ക്വസ്റ്റ്യന് ആൻസർ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എല്ലാ പേരും എന്തൊരു ഗ്രൂപ്പ് ഡിയുടെ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ താഴത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ആദ്യം നോട്ടിഫിക്കേഷൻ ഒന്ന് വന്നോട്ടെ, ഇത് കുറേ ആയല്ലോ വീഡിയോ എന്നൊക്കെയാണ് നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും വീഡിയോസ് ചെയ്യുന്നു, എന്തുകൊണ്ട് നിങ്ങളെ അവയർനെസ് തരാൻ വേണ്ടിയായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേയുടെ എക്സാംസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേയുടെ എക്സാംസ് നടക്കുമ്പോൾ റെയിൽവേയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ. 10ാം ലെവൽ ക്വാളിഫിക്കേഷനിൽ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ. അപ്പോൾ അതെന്തായാലും അവർ വേണ്ടെന്ന് എന്തായാലും വെക്കത്തില്ല. കാരണം ഓരോ എക്സാമിനേഷൻ ALP കഴിഞ്ഞു, RPF SI കഴിഞ്ഞു, JE ടെക്നീഷ്യൻ, അങ്ങനെ ഓരോന്നായിട്ട് കഴിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും അവർ നടത്തിയേ പറ്റുള്ളൂ ഈ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇതും കൂടെ പഠിച്ച് മുന്നോട്ട് പോകാനല്ലേ നിങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്രയും മുന്നേ തുടങ്ങുന്നോ അത്രയും മുന്നേ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തോട്ട്സ് ഒന്നും വരത്തില്ല. ആ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എക്സാം സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്. എക്സാം വരും എന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ എത്രയും മുന്നേ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, പോർഷൻസ് കവർ ചെയ്യാം, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നേറാം. ഈ പറയുന്ന ALP, ഈ പറയുന്ന RPF SI ഇതിൻ്റെയൊക്കെ എക്സാംസ് കഴിഞ്ഞു, അതിൻ്റെയൊക്കെ റിസൾട്ട്സും അവരെന്ത് ചെയ്യുന്നു, ആൻസർ കീയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താ, ഗ്രൂപ്പ് ഡി എന്നായാലും വിളിക്കും. അത് ഈ 2025 എന്ന് പറയുന്ന ഒരു ടൈം ലൈനിൽ അവർ വിളിക്കും. കാരണം റെയിൽവേയുടെ 2024 കലണ്ടർ ക്ലോസ് ചെയ്ത് 2025 കലണ്ടർ എന്തായാലും വരും. അപ്പോൾ ആ സമയത്ത് എന്തായാലും എന്തും വരും, ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് കാരണം ഇത് അവർ പെട്ടെന്നായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ടൈം തരുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ ലിസ്റ്റിൽ കയറാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ കൃത്യമായി പഠിച്ചാലേ പറ്റുള്ളൂ. ചുമ്മാ നിന്ന് ഞാൻ വെറുതെ പ്രസംഗിക്കുന്ന എൻ്റെ ടൈം കളയുന്നു എന്നുള്ളൊരു കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. എന്തായാലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു എക്സാം എഴുതിയവരായിരിക്കും. റെയിൽവേയുടെ ഇപ്പോൾ RPF പഠിച്ചു കാണും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന NTPC വേണ്ടി പഠിക്കുന്നവരൊക്കെ. NTPC എപ്പോഴേ വിളിച്ചത്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ അവരെന്താണ് എക്സാം ഡേറ്റ് റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്ന ഒരു ടൈമിൽ വരുമെന്നാണ് പറയുന്നത് അല്ലേ. മാർച്ച് ഏപ്രിൽ എന്ന് പറയുന്ന ഒരു ടൈമിൽ NTPC അവർ നടത്തും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല, ടെൻറ്റേറ്റീവ് ആണ്. ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ടെൻറ്റേറ്റീവ് കലണ്ടറിൽ പറഞ്ഞത് ഒക്ടോബർ ഡിസംബറിന് ഇടയ്ക്ക് എന്ത് വിളിക്കുമെന്നാണ്. നമ്മുടെ ഡിസംബറിലാണ് ഏത് വരുന്നതെന്ന് പറഞ്ഞതോ അറ്റ് ലാസ്റ്റ് വരാൻ പോകുന്നത് ഗ്രൂപ്പ് ഡി വരാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. കാരണം റെയിൽവേ ഗ്രൂപ്പ് ഡി ഈ NTPC കഴിഞ്ഞ ഉടനെ വരാൻ പോകുന്ന എക്സാമിനേഷൻ ആയിരിക്കും. ഏകദേശം മാർച്ച് ഏപ്രിൽ ഏത് കഴിയുന്നു, NTPC കഴിയുകയാണെങ്കിൽ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന മെയ്യിന് ശേഷം എന്ന് പറഞ്ഞൊരു ടൈമിൽ ഗ്രൂപ്പ് ഡി നടക്കും. അതായത് നിങ്ങളുടെ മുന്നിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ 5 months. ആ 5 മാസം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയും ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്തു, ഗ്രൂപ്പ് ഡി ഇന്ന് വിളിക്കും എന്ന് പറഞ്ഞിരുന്ന് വേസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ എത്രയും മുന്നേ നമ്മുടെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും മുന്നേ നമ്മൾ തുടങ്ങുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന ALP നടന്നു, RPF SI നടന്നു, ഇതിൻ്റെയൊക്കെ ആൻസർ കീ അവർ റിലീസ് ചെയ്യും. ഈ ആൻസർ കീ നോക്കി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം അങ്ങനെ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് ഏത് പാറ്റേണിലാണ് ഇപ്പോൾ എക്സാം നടക്കുന്നതെന്ന് മനസ്സിലാവും. എല്ലാ വർഷവും നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു വെച്ചു, അല്ലെങ്കിൽ നമ്മളൊരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടത്തില്ല, ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതൊരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ ലേറ്റസ്റ്റ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി ആ പോർഷൻസ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് നമുക്ക് പറയാനേ പറ്റൂ, 2024, 2023 ടൈമിലെ കറണ്ട് അഫേഴ്സ് ആയിരിക്കും ചോദിക്കുന്നതെന്ന്. ചിലപ്പോൾ അവർ ഏതാണ് ചോദിച്ചതെന്ന് നിങ്ങൾ ഈ കഴിഞ്ഞ റെയിൽവേ എക്സാംസുകൾ എടുത്തു വെച്ച് അനലൈസ് ചെയ്ത് പഠിക്കണം. അതിന് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഇങ്ങനത്തെ കുറേ അനാലിസിങ്ങിന് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു രീതിയിൽ ചിന്തിച്ച് ഇനിയുള്ള 5 മാസം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. 10th ലെവൽ എക്സാമിനേഷനാണ്. ആ 10th ലെവൽ നിങ്ങൾ എങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. 10th ലെവൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ലെവലായിട്ട് കാണുകയും വേണ്ട. കാരണം ഗ്രൂപ്പ് ഡി അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊരു മുന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കറിയാം, സയൻസ് പോർഷൻസിൽ നിന്നായാലും അല്ലെങ്കിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. 10ാം ക്ലാസ് യോഗ്യതയാണെന്ന് പറഞ്ഞ് 10ന്റെ ലെവലിൽ ഒരു ക്വസ്റ്റ്യനേ ആയിരുന്നില്ല വന്നിട്ടുള്ളത്. കാരണം അത്രയും
അത്രയും കോമ്പറ്റീഷൻ അവിടെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഇത് തന്നെയാണ് ഏതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്, എല്ലാ റെയിൽവേ എക്സാംസിന്റെയും ടോപ്പിക്. അപ്പോൾ റെയിൽവേക്ക് വേണ്ടി പഠിച്ചവരാണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, സൈഡിൽ കൂടെ പഠിക്കുക. NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഗ്രൂപ്പ് ഡിയും കൂടെ സൈഡിൽ കൂടെ നോക്കുക. ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത്രയും വീഡിയോസ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത്രയും വീഡിയോസ് ചെയ്താലേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആവുകയുള്ളൂ. നമ്മളൊന്നും ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കാര്യവും നമുക്ക് നേടാനില്ല. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തു, നിങ്ങൾക്ക് ഇതൊക്കെ കാണാപ്പാടമായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ്, ആകെ ഒരു ടയർ എക്സാമിനേഷൻ ആണുള്ളത്. അതെങ്ങനെയും ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു പോയിന്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ. നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ് ഈച്ച്. ജനറൽ സയൻസിന് 25 ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വെയിറ്റേജ് നോക്കി നിങ്ങൾ പഠിക്കുക. നമുക്കറിയാം ഓരോ എക്സാംസിന് ജനറൽ സയൻസ് എടുത്ത് പറയുന്നില്ല. ചില എക്സാംസുകൾക്കൊന്നും, അതായത് നമ്മൾ ഈ പറയുന്ന RPF-നൊക്കെ GK എന്ന് മാത്രമേ പറയുന്നുള്ളൂ. GK പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജനറൽ സയൻസ് അതിൽ പഠിക്കും, അതിൽ കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ജനറൽ സയൻസ് എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. 25 ക്വസ്റ്റ്യൻസും എന്ത് തന്നെയായിരിക്കും, ജനറൽ സയൻസ് തന്നെ ആയിരിക്കും. അതനുസരിച്ച് തന്നെ ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മാത്സും 25 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സ് സെറ്റ് ചെയ്യുക, ജനറൽ സയൻസ് സെറ്റ് ചെയ്യുക, റീസണിങ് സെറ്റ് ചെയ്യുക. റീസണിങ് കണ്ടോ 30 മാർക്കിനാണ്. നിങ്ങൾക്കറിയാം റെയിൽവേയുടെ റീസണിങ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ റീസണിങ് അല്ല. അത്യാവശ്യം ടൈം കൺസ്യൂമിംഗ് ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നല്ല പാറ്റേൺ ആയിട്ടുള്ള നല്ല രീതിക്കുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ആ ബൂസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ALPയുടെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് ആൻസർ കീ എങ്ങനെയാണ് അതിൻ്റെ എന്ന് അനലൈസ് ചെയ്യുക. മാത്സിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു, റീസണിങ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നത്, ആ പാറ്റേൺ അവിടെ പിടിക്കത്തുള്ളൂ. കാരണം 2025 എക്സാം ആയതുകൊണ്ട് ആ പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ തന്നെയായിരിക്കും എന്തിൽ വരുന്നത്, ഇനിയുള്ള എല്ലാ എക്സാമിനും വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇപ്പോൾ ഡയറക്ഷൻ ഏത് രീതിയിലാണ് ചോദിക്കുന്നത്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതികൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ചുമ്മാ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളെയും കൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ സയൻസ് പഠിക്കുന്നവർ എന്ത് പഠിക്കുക, ചുമ്മാ YCTയുടെ കുറേ ബുക്ക് എടുത്ത് വായിച്ചു വെച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ പലരും ഇപ്പം മനസ്സിലാക്കി കാണും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ലെവൽ അല്ലെങ്കിൽ +1 +2 ലെവലിലുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു വെച്ച് പഠിക്കുക. അത് നിങ്ങൾ അതിനൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഏറ്റവും കോർ സബ്ജക്റ്റ്, കോർ പോയിന്റ്സുകളുണ്ട്, അതൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താലും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ കണ്ടന്റും കൂടെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് നിങ്ങളെ പറയാനാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഗ്രൂപ്പ് ഡി CVT എക്സാമിന് ജനറൽ സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് NCERTയുടെ ടെസ്റ്റ്. കാരണം ഇതിപ്പോൾ നമുക്ക് വരുന്നത് ഏതാണ്, 10ാം ലെവൽ ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് NCERT ടെസ്റ്റ് മാത്രം നോക്കി നിങ്ങൾ സയൻസ് പഠിച്ചാൽ മതി എന്ന് നമുക്ക് ഉറപ്പ് വെച്ച് പറയാം. അതിലെ ഓരോ പോർഷനും നിങ്ങൾക്ക് പഠിച്ച് കാണാപ്പാടാക്കാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിൻ്റെ കീ പോയിന്റ്സ് അവർ തന്നെ മാർക്ക് ചെയ്ത് പോകുമല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ NCERT ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ PDF ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുക. നിങ്ങളുടെ അനിയന്മാരോ അല്ലെങ്കിൽ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ബുക്സ് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെച്ച് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന സാധാ കടകളിലൊക്കെ ചെന്ന് എന്ത് ചെയ്യുക, ഒന്ന് വാങ്ങിക്കുക. അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളിത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജനറൽ സയൻസിൽ നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുക. മാത്സ് ബേസ് സെറ്റാക്കിയാലേ കാര്യമുള്ളൂ. 10ാം ലെവൽ ഇത് തന്നെയാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 30 മാർക്കുണ്ട്. അതുപോലെ ജനറൽ അവയർനെസ് ഓൺ കറണ്ട് അഫേഴ്സിലും എന്തുണ്ട്, നിങ്ങൾക്ക് 20 മാർക്കുണ്ട് ഓൺ കറണ്ട് അഫേഴ്സ്. കാരണം ജനറൽ അവയർനെസ് GK ചോദിക്കുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എന്തിനെ ഫോക്കസ് ചെയ്തായിരിക്കും, കറണ്ട് അഫേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, കറണ്ട് അഫേഴ്സ് പഠിക്കുന്നവർ ഹിന്ദു പഠിക്കുക. ഹിന്ദു ന്യൂസ് പേപ്പർ ഓൺലൈനായിട്ട് വായിക്കാൻ നോക്കുക. കാരണം അതിൽ വരുന്ന ഹെഡ്ലൈൻ എടുത്തു വെച്ചിട്ടാണ് അവർ പല ക്വസ്റ്റ്യൻസും ഉണ്ടാക്കുന്നത്. അവർക്ക് അതാണ് ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് ശീലമാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ കറണ്ട് എന്ത് ചെയ്യുക, ഹിന്ദു ബേസ് ചെയ്ത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും വെയിറ്റേജും മനസ്സിലാക്കി 100 ക്വസ്റ്റ്യന് 100 മാർക്കാണ് നിൽക്കുള്ളൂ. 100 ക്വസ്റ്റ്യന് 100 മാർക്ക്. ഒരു തെറ്റിന് എത്രയാണ്, 3 തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. 3 ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോൾ 1 മാർക്ക് പോകും. നിങ്ങൾക്കുള്ളത് 1.5 മണിക്കൂർ സമയമാണ്. ഈ 1.5 hours എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് 100 ക്വസ്റ്റ്യൻ എഴുതാൻ ഭയങ്കര കൂടുതലാണെന്ന് വിചാരിക്കരുത്. അത്യാവശ്യം നല്ല കൊട്ടി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചെടുക്കാൻ തന്നെ നല്ല ടൈം എടുക്കും. പ്രത്യേകിച്ചും മെൻ്റൽ എബിലിറ്റി 30 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ആ 30 ക്വസ്റ്റ്യൻ എടുക്കാൻ നമ്മൾ
ചെയ്യുമ്പോൾ നല്ല ടൈം എടുക്കും. അതൊന്നും ഇല്ലാണ്ട് ഇപ്പോഴേ ആ ലാഗ് ഇല്ലാതെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. റീസണിങ് സിലബസ്, കോഡിങ്, ഡീകോഡിങ് നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾ റെയിൽവേ എക്സാമിനേഷൻ എഴുതുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊക്കെയാണ് ടോപ്പിക്സ് എന്ന്. ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി എടുക്കുന്നതാണ്. എന്താണ് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്താണ്? എപ്പോഴും നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അതെന്ത് ചെയ്യുക, നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ്റെ ടോപ്പിക്സ് ക്ലിയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, ജംബ്ലിംഗ്, സില്ലോജിസം നിങ്ങൾ നന്നായിട്ട് നോക്കുക. പിന്നെ എന്താണ്, ഈ അനലോഗീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അനലോഗീസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് അനലോഗീസ് ഉണ്ട്. ഓരോ ആൽഫബറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൊസിഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡ് വരും. ആ സ്പീഡാണ് നിങ്ങൾ ഈ 5 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ എന്നോ വന്നോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, സ്പീഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ടൈമും. ഇത് രണ്ടും നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാമും നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ലൈൻ കൊണ്ട് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ, കോഡിങ്, ഡീകോഡിങ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. ഈ പറയുന്ന അനലോഗിയിലാണെങ്കിൽ കണ്ടോ, ലെറ്റർ ബേസ്ഡ് അനലോഗി വരാറുണ്ട്, അത് കഴിഞ്ഞ് നമ്പർ ബേസ്ഡ് അനലോഗീസ് വരാറുണ്ട്, ഇമേജ് ബേസ്ഡ് അനലോഗി വരാറുണ്ട്. കാരണം ഇതാണെങ്കിൽ അടുത്തത് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുന്നതുണ്ടല്ലോ. 2, 4 ആണെങ്കിൽ 8 എത്രയാണെന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. എന്തായിരിക്കും, അതിൻ്റെ ഏതെങ്കിലും ഒന്നായിരിക്കാം. ആ ഒരു 8, 2, 16 ആയിരിക്കാം, ചിലപ്പോൾ 2ൻ്റെ റിലേഷൻ ആയിരിക്കാം, സ്ക്വയർ റിലേഷൻ ആയിരിക്കാം. എന്താണെന്ന് ഓപ്ഷൻസ് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഓരോ കാര്യങ്ങളും ലെറ്റർ ബേസ്ഡ് പല രീതിക്കുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഇത് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ALPയുടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം മനസ്സിലാക്കുക എങ്ങനത്തെ ടൈപ്പ് ഓഫ് അനലോഗിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൽഫബറ്റിൻ്റെ തന്നെ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ പ്രീവിയസ് ഈ ഒരു ബേസിൽ തന്നെ, ഇപ്പോഴത്തെ ബേസിലാണ് പഠിക്കേണ്ടത്. അല്ലാതെ പ്രീവിയസ് ഇയർ നമ്മൾ ഒരുപാട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പം അതിൽ നിന്ന് കിട്ടണമെന്നില്ല. നമുക്കൊരു സ്പീഡും ടൈമും ഒക്കെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ റിസന്റ് പാറ്റേൺ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി സീരീസ് ആണെങ്കിൽ ആൽഫബറ്റ് സീരീസ്, ന്യൂമറിക്കൽ സീരീസ്, ജനറൽ നോളജ് സീരീസ്. ജനറൽ നോളജ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ പറയില്ലേ കേരള, തിരുവനന്തപുരം ആണെങ്കിൽ നമ്മുടെ കർണാടക എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആ ഒരു രീതിയിലുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം, ഇതിൽ തന്നെ ചോദിക്കാറുമുണ്ട്. കോഡിങ്, ഡീകോഡിങ് ഉണ്ട്, അതിൻ്റെ തന്നെ പലതുണ്ട്. പിന്നെ പസിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ക്ലോക്ക്, കലണ്ടർ ഇപ്പം വലുതായിട്ട് ചോദിക്കുന്നില്ല, പക്ഷെ ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ക്ലോക്ക് പഠിക്കുക. ഇനി അടുത്ത് ഈ പറയുന്ന ഇനിക്വാളിറ്റി, ബോർഡ് മാസിന്റെ വെച്ചിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ പൊസിഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഇത്രാമതാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡയറക്ഷൻ, റൂട്ട്, നെറ്റ്വർക്ക് ബേസ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ബ്ലഡ് റിലേഷൻ ചോദിക്കാറുണ്ട്. ബ്ലഡ് റിലേഷനൊക്കെ പക്കയായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ്. പിന്നെ ആൽഫബറ്റ് ആൻഡ് വേർഡ് സീരീസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈം കൺസ്യൂം ആവുന്നത് തന്നെ. പക്ഷെ അതിലൊക്കെ സ്പീഡ് ഉണ്ടാക്കി എടുക്കുക. പിന്നെ ലോജിക്കൽ വെൻ ഡയഗ്രാം എന്ന് പറയുന്ന സില്ലോജിസം പോലെയുള്ള സംഭവങ്ങളുണ്ട്. വെൻ ഡയഗ്രാം, ഇങ്ങനത്തെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. മിസ്സിംഗ് നമ്പേഴ്സ് കാണും. നോൺ വെർബൽ റീസണിങ്സ് കാണും. അതിലെന്താണ്, ക്യൂബ്സ്, ഡൈസ്, മിറർ ഇമേജ്, ഇതൊക്കെ എപ്പോഴും വരുന്നതാണ്. പേപ്പർ ഫോൾഡിങ്, പ്രോബ്ലംസ് ഓൺ ഡൈസ്, കൗണ്ടിങ് ഫിഗേഴ്സ്, ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതാണ്. മിറർ, വാട്ടർ ഇമേജ്, പേപ്പർ ഫോൾഡിങ്, പേപ്പർ കട്ടിങ്, കൗണ്ടിങ് ഫിഗേഴ്സ്, ക്യൂബ്സ് ആൻഡ് ഡൈസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്ന കണ്ടോ, ഈ ആൽഫബറ്റും നമ്പർ സീരീസും ഒക്കെ വെച്ചിട്ടുള്ള അനലോഗീസ്, ലെറ്റർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ സ്പീഡ് ഉണ്ടാക്കി എടുക്കേണ്ട കാര്യമാണ്. വെർബൽ റീസണിങ്ങിൽ വരുന്നത് ഏതാണ്, ഇതാണ് പിന്നെ നമ്മൾ കുഴപ്പിക്കുന്ന കാര്യം. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, അസേർഷൻ, റീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ ബേസ്ഡ് കുറച്ച് ലെങ്തി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത മാത്സിൻ്റെ സിലബസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM ഇതെല്ലാം കൃത്യമായിട്ട് ചോദിക്കാറുണ്ട്. 10ാം ലെവൽ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞാലും ജോമെട്രി, ട്രിഗ്നോമെട്രി എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൾജിബ്ര ആയാലും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് പോർഷൻസ് കുറവായിരിക്കും. മെൻസുറേഷൻ ബാക്കിയുള്ളതിൽ ചോദിക്കുന്ന പോലെയല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പോർഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. പിന്നെ ഈ LCM, HCF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോർഷൻസ്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക. ഇത് ജസ്റ്റ് ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ
എന്താണോ നിങ്ങൾ ഇതുവരെയും റെയിൽവേക്ക് പഠിക്കുന്നത് ആ സെയിം സാധനം തന്നെയാണ് ഇനിയും പഠിക്കേണ്ടതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സൈഡിൽ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യുന്നത്, പ്ലസ് മൈനസ്, ഇന്റർചേഞ്ചിങ് നമ്പേഴ്സ് പോലെയുള്ള ഒരു സംഭവങ്ങൾ, സ്ക്വയർ റൂട്ട് വെച്ച് കണ്ടുപിടിക്കുന്ന സാധനങ്ങൾ, പിന്നെ പെർസെൻറ്റേജിൻ്റെ പല പല കാര്യങ്ങളുണ്ട്, ഫ്രാക്ഷൻസ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡെസിമൽസ് വെച്ച് ചോദിക്കുന്നത്, സഡ്സ് ആൻഡ് ഇൻഡിസസ് ആ മുകളിലത്തെ എക്സ്പോണൻസ് ഒക്കെ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ പഠിക്കണം. പിന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പൈ ചാർട്ടോ ബാർ ചാർട്ടോ തന്നിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ പെർസെൻറ്റേജ് ലെവലിൽ തന്നെ അങ്ങ് ചോദിച്ചു കളയും, അല്ലെങ്കിൽ റേഷ്യോ ലെവലിൽ തന്നെ അങ്ങ് ചോദിക്കും. അപ്പം അതെന്ത് ചെയ്യുക, മസ്റ്റായിട്ട് നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിരിക്കണം. 5 മാർക്ക് അതിൽ തന്നെ കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി ആൾജിബ്ര എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പെർസെൻറ്റേജിൽ തന്നെ കാൽക്കുലേഷൻ ഓറിയൻറ്റഡ് പല ടൈപ്സ് ഉണ്ട്. പെർസെൻറ്റേജിൻ്റെ ടൈപ്പുകൾ നോക്കി പഠിക്കാൻ ശ്രമിക്കുക. നമ്പർ സിസ്റ്റം ആണെങ്കിൽ LCM HCF നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, LCM HCFൻ്റെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഡിവിസിബിലിറ്റിയും റിമൈൻഡർ തിയറോ ഒക്കെ നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം, റിമൈൻഡർ തിയറം മനസ്സിലാക്കണം, ഇൻഡിജേഴ്സ്, റേഷണൽ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻസ് അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആവറേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഒരു ക്ലാസ്സിൻ്റെ ആവറേജ് വെയിറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. പിന്നെ മണി എക്സ്പെൻഡിച്ചറിൻ്റെയൊക്കെ കാര്യങ്ങൾ അതിൽ നിന്നും ചോദിക്കാറുണ്ട്. ആവറേജ് മണി എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അങ്ങനത്തെയൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഇനി റേഷ്യോ ആൻഡ് ഇതറിയാം നിങ്ങൾക്ക്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെ പല കാര്യങ്ങളും നോക്കാറുണ്ട്. തേർഡ് പ്രൊപ്പോർഷൻ, ഏജ്, മീൻ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്, ഏജിൻ്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ എന്താണ് ഈ പറയുന്ന റേഷ്യോയിൽ തന്നെ വരുന്ന റേസിൻ്റെയൊക്കെ കുറേ പ്രോബ്ലംസ്, സർക്കുലാർ റേസിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, പഠിക്കുക. മിക്സ്ചർ പ്രോബ്ലംസ് ആണെങ്കിൽ മിക്സ്ചർ വലുതായിട്ട് ഇതല്ലെങ്കിലും ചില വേറെ യൂണിറ്റ്സുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെൻസുറേഷനിൽ നിങ്ങൾക്ക് അറിയാം ഏരിയ, വോളിയം അതൊക്കെ എന്ത് ചെയ്യുക, കാണാതെ ഫോർമുലാസ് ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്താണ് ടൈം ആൻഡ് വർക്ക് മസ്റ്റായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. വർക്ക് എഫിഷ്യൻസി, വർക്ക് ആൻഡ് വേജസ്, പൈപ്പ് ആൻഡ് സിസ്റ്റേൺ ഒക്കെ അതിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പാർഷ്യൽ സ്പീഡ്, റിലേറ്റീവ് സ്പീഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോട്ടിൻ്റെയൊക്കെ സ്പീഡ് ചോദിക്കുന്നതുണ്ട്. ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ഈ പറയുന്ന സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇക്വേഷനിലായിരിക്കും ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതൊക്കെ എന്താണ് മസ്റ്റ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻട്രസ്റ്റിലാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും മസ്റ്റായിട്ട് നിങ്ങൾ അറിയണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസും എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഡിസോണസ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സക്സസീവ് സെല്ലിംഗ് ചോദിക്കാറുണ്ട്, പാർട്ട്ണർഷിപ്പ് ചോദിക്കാറുണ്ട്, ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ, മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പെർസെൻറ്റേജ് റേഷ്യോ റിലേറ്റഡ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലാം എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും പഠിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റീസണിങ്ങും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ട്രിഗണോമെട്രി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജനറൽ സയൻസ് പഠിക്കണം. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ലൈഫ് സയൻസ്, ബയോളജി 10th സ്റ്റാൻഡേർഡ് ബേസ് ആയതുകൊണ്ട് തന്നെ CBSE NCERTയുടെ ടെസ്റ്റ് വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. അതിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ചോദിക്കുന്നത്. അതിൻ്റെ തന്നെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ എന്ത് ചെയ്യും, എടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ കണ്ടന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ പഠിക്കുക. ഫിസിക്സ് 9 to 11 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ബയോളജി 8 to 11 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 7 to 9. കെമിസ്ട്രി കുറച്ചാണ് ചോദിക്കുന്നതെങ്കിലും അത്യാവശ്യം ഡെപ്തിലായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുന്നത്. കെമിസ്ട്രിയിൽ അത്യാവശ്യം ലെവലപ്പ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവാത്ത രീതിയിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുക, കുറച്ചും കൂടെ നമ്മൾ ലാസ്റ്റ് നിമിഷം ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് ചെയ്യുക, NCERTയുടെ ടെസ്റ്റ് വായിച്ച് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ടൈം ഉള്ളത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. ജനറൽ നോളജ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ് ഇതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. ആൻഷ്യൻ്റ് ഹിസ്റ്ററി ഉണ്ട്, മിഡീവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി, അത് നന്നായിട്ട് തന്നെ ഹിസ്റ്ററിയിൽ കവർ ചെയ്യുക. ഹിസ്റ്ററി നല്ലൊരു പോർഷനാണ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു പോർഷനാണ്. ജോഗ്രഫിയും പൊളിറ്റിക്സിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ്, അതുപോലെ തന്നെ ലോക്സഭ, രാജ്യസഭ, പാർലമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കൃത്യമായി പഠിക്കുക. ഇനി കറണ്ട് അഫേഴ്സ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട
നോക്കേണ്ടതാണെങ്കിൽ കറണ്ട് അഫേഴ്സ് ആണ്. മെയിൻ നോക്കേണ്ടത് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിൽ എന്ത് നോക്കണം? ആർട്ട് ആൻഡ് കൾച്ചർ, എപ്പോഴും വരുന്ന കുറച്ച് ഫോക്ക് ഡാൻസ്, ഈ പറയുന്ന ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ മ്യൂസീഷ്യൻസ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അതെല്ലാം പഠിക്കുക. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, ഇതെന്ന് പറഞ്ഞാൽ ഈ റീസെൻ്റ്ലി അതാ പറയുന്ന ഹിന്ദു ന്യൂസ് പേപ്പർ, ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പറിൽ വരുന്ന ഹെഡ്ലൈൻ എടുത്തു വെച്ചിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും റെക്കോർഡ് ബ്രേക്സുകൾ, ആർക്കെങ്കിലും എന്തെങ്കിലും റെക്കോർഡ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് ഇവന്റ് ഭയങ്കരമായിട്ടും ന്യൂസിൽ ചർച്ചയായി, ഏതെങ്കിലും സ്പോർട്സ് പേഴ്സണാലിറ്റിക്ക് അവാർഡ് കിട്ടി, ഇങ്ങനത്തെ റിലേറ്റഡ് ടോപ്പിക്ക് മാത്രമേ ചോദിക്കൂ. അല്ലാതെ അവർ ഏറ്റവും നമ്മളെ കരുതിക്കൂട്ടി ഏറ്റവും പാട് ചോദിക്കുന്നതല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിന്ദു ന്യൂസ് പേപ്പറിൻ്റെ ഹെഡ്ലൈനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ. ഈ പറയുന്ന യുനെസ്കോയിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം നോമിനേറ്റ് ആയി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവർ പുതുതായിട്ട് ചോദിക്കൂ. അതെന്ത് ചെയ്യുക? കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. കണ്ടോ, ഡേയ്സ് ആൻഡ് ഇവന്റ്സ്, ഈ റിസെൻ്റ്ലി എന്തെങ്കിലും ഡേയ്സ് ആൻഡ് ഇവന്റ്സോ, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് സ്കീംസ് ചെയ്തെങ്കിലോ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് റെസിഗ്നേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡിഫൻസ് ന്യൂസും വരാറുണ്ട്. ഒരു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി വേറെ ഏതെങ്കിലും മിലിറ്ററി എക്സസൈസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേറെ ആരെയായിട്ടെങ്കിലും എന്തെങ്കിലും സ്പേസ് കരാറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബേസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്ത്യയെ കുറിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവണം. പിന്നെ ജിയോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ നമ്മൾ അറിയേണ്ട ടോപ്പിക്. നിങ്ങൾ പഠിക്കേണ്ട മെയിനായിട്ട് കറണ്ട് അഫേഴ്സിൽ ഏതൊക്കെയാണ്? ആർട്ട് ആൻഡ് കൾച്ചർ, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി മരിച്ചു പോയവരോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയവരോ ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ചുമ്മാ ഒരു ഒരു ആളെടുത്ത് എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ബേസിൽ തന്നെ എന്ത് ചെയ്താൽ 2022 to 2024 എന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഈ പറയുന്ന RPF SIക്ക് ഇപ്പം ചോദിച്ചത് പോലും സെപ്റ്റംബറിലെ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുണ്ട്, കറണ്ട് അഫേഴ്സ് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കറണ്ട് അഫേഴ്സേ അവർ ചോദിക്കുകയുള്ളൂ. അതെന്ത് ചെയ്യുക? നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ ഡീറ്റെയിൽഡ് സിലബസ് പറയുമ്പോൾ ഞാൻ ഓട്ടിച്ചാണ് പോയത്. കാരണം നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ പറഞ്ഞ റെയിൽവേയുടെ എല്ലാ എക്സാമിനും സെയിം പാറ്റേൺ. ആ പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ നെഗറ്റീവ്സ് ഒന്നും വച്ചുകൊണ്ടിരിക്കാണ്ട് പഠിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം എന്നൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. ആ വരുന്നവരെ കാത്തിരിക്കാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സിലബസ് എന്ത് ചെയ്യുക? ക്വിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ജനറൽ നോളജിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, NTPC ഗ്രൂപ്പ് ഡിയുടെ സ്പെഷ്യൽ ബാച്ച് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഗ്രൂപ്പ് ഡി ക്ലാസ്സസ് തുടങ്ങും. പക്ഷേ എന്തായാലും ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മിനിമം വാലിഡിറ്റി വെച്ച് 6 months ആ ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫുൾ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ബാച്ചാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി NTPC ഗ്രൂപ്പ് ഡി ക്ക് വേണ്ടി പഠിക്കുന്നവർ എന്ത് ചെയ്യുക? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.